ഹലോ, അപ്പോൾ നമുക്കിന്ന് നല്ല ചായ ഇട്ടിട്ട് തന്നെ തുടങ്ങാം. രാവിലെ തന്നെ നല്ല ചായ എല്ലാം കുടിച്ചൊരു ഉഷാറാണ്. അപ്പോൾ പാലും വെള്ളമൊക്കെ വെച്ച് തിളച്ചിട്ടാകുമ്പോൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാരയും പിന്നെ ചായപ്പൊടി ഞാൻ ഇട്ട് വെക്കും. എന്നിട്ട് തിളച്ചിട്ടാകുമ്പോൾ ഓഫാക്കിയിട്ട് കുടിക്കാറ് പതിവ്. എനിക്ക് അങ്ങനെ കുടിക്കാനിഷ്ടം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ 2 മുട്ട, അതുകൊണ്ട് ചായ മുട്ടയും കഴിച്ചു. അപ്പോൾ നല്ല കാലാവസ്ഥ, അതും കണ്ടിങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു സുഖം. മഴയും അല്ല വെയിലും അല്ല, നല്ല സുഖമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങി. ചോറിന് വെച്ചു. ചോറിന് അരിയൊക്കെ ഇട്ട് പിന്നെ ഒന്ന് സെറ്റാൻ വെച്ചിട്ട് മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മത്തിയാണ് ഇപ്പോൾ അടുത്തായിട്ട് മത്തിയാന്ന് അധികം കിട്ടില്ല, അതുകൊണ്ട് പിന്നെ മത്തി അങ്ങനെ മുറിച്ച് വൃത്തിയാക്കി അതിൻ്റെ മുട്ടയെല്ലാം കിട്ടി. ഇതിന് നിങ്ങളുടെ അടുത്ത് എന്താ പറയാന്ന് പറയണേ. നമ്മളിവിടെ ഇണറ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളെല്ലാം നാട്ടിലെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് തിളച്ചു. ചോറ് ആവശ്യമുള്ളത് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് വെച്ചു. ഇവിടെ എല്ലാവർക്കും പനിയാണ്, മഴ തുടങ്ങിയവരെ പനീൻ്റെ സീസണും തുടങ്ങി. അങ്ങനെ കുറച്ച് കഞ്ഞിയുമാക്കി. പിന്നെ കുറച്ച് മത്തി എടുത്തിട്ട് കറി വെക്കാനും ബാക്കി രാത്രിത്തേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ മത്തി കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇടാൻ മറന്നു പോയതാണ്. പിന്നെ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇടാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുക പിടിച്ച പോലെ ആയിപ്പോയല്ലേ. മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മീൻ മസാല ഇടുന്നെങ്കിലും ഇടാം. എൻ്റെ ഉമ്മ കറി വെക്കുമ്പോൾ മീൻ മസാല ഇടും, ഞാൻ ഇടയ്ക്ക് ഇടുന്നേ ഉള്ളൂ. എൻ്റെ മീൻ കറി വലിയ അടിപൊളിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വെക്കും, ഇത്രയേ ഉള്ളൂ. പിന്നെ പുളി പീഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പുക പിടിച്ച പോലെ ആവുന്നുണ്ട് എൻ്റെ ക്യാമറ. പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് മീൻ എടുത്തിട്ടേ വെക്കുന്നുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് മീനും മുട്ടയും മാത്രമേ ഇതിലിടുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവും, അതുകൊണ്ടാണ് കുറച്ച് ഇടുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ വരാൻ തുടങ്ങി. നല്ല കാലാവസ്ഥയാണ് രാവിലെ. പിന്നെ തുടങ്ങിയില്ലേ മഴ എന്ന് മാത്രം പറഞ്ഞപ്പോൾ കാറ്റ്, നല്ല അടിപൊളി കാറ്റായിരുന്നു. ആ കാറ്റും മഴയും നോക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ സമയം പോയി. ഏതാ കാറ്റ്. അങ്ങനെ കാറ്റും മഴയും നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നടക്കൂലല്ലോ. അതുകൊണ്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടികളും മഴ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മെല്ലെ ഞാൻ എസ്കേപ്പ് അടിച്ച് അല്ലെങ്കിൽ എടുക്കാൻ പറയും. അതിന് നമുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കാന്താരി മുളകും പിന്നെ പുളി ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സാക്കിയാൽ ഉള്ളിച്ചമ്മന്തി റെഡി. ഇത് ഉപ്പ പറയുന്ന റെസിപ്പിയാണ്, അപ്പോൾ ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്, മീഷോന്ന് വാങ്ങിച്ചതാണ്. ലിങ്കൊന്നും ടാഗ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ബെഡ്ഷീറ്റ്, പിന്നെ 200 സംതിങ്ങേ വരുന്നുള്ളൂ, അഫോർഡബിൾ ആണ്, അതുകൊണ്ട് വെറുതെ കാണിച്ചു തന്നതാണ്. ഇത് 2 സൈഡാക്കിയിട്ടും വിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് അടിമറിച്ച് വിരിച്ചതാണെന്നൊന്നും തോന്നുന്നില്ല. ലൈറ്റ് ഷെയ്ഡായിട്ടും വിരിക്കാം, ഡാർക്ക് ഷെയ്ഡായിട്ടും വിരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ബെഡ്ഷീറ്റ്. പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി ബാഗ്. അതും 200 സംതിങ് റേറ്റ് വരുന്നുള്ളൂ. അത് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളും എല്ലാം എന്താ പറയുക ക്യൂലം എല്ലാവർക്കും ഇട്ട് നോക്കാൻ വേണം. അങ്ങനെ എന്നിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചെടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, അല്ല ഒരു ചെറിയൊരു പോക്കറ്റും കൂടി ഉണ്ട് ഉള്ളിൽ. പിന്നെ ഒറ്റ സിംഗിൾ കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെന്താ പറയുക അത്യാവശ്യം ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റും. നല്ലൊരു ബാഗാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അതിൻ്റെ ഒന്നും ലിങ്ക് കൊടുക്കാനൊന്നും പറ്റില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നതാണ്. എൻ്റെ മോക്ക് ഇടാൻ കൊടുത്തപ്പോൾ അന്ന് സമാധാനമായി. പിന്നെ ഇട്ടിട്ട് കുറച്ച് സമയമുള്ള ഷോ ഓഫ് വന്നത്. കുട്ടിയൊക്കെ അങ്ങനെയല്ല, ഓരോ സാധനം കിട്ടുമ്പോൾ ഒരു പൊലിവ് എത്ര തന്നെ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മുറ്റത്തേക്കെല്ലാം ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പനിയാണ്, അതുകൊണ്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസിയും പിന്നെ പനിക്കൂർക്കൻ്റെ ഇലയും ഇതും കൂടിയിട്ട് ആവി പിടിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറിക്കുന്നതെന്ന്. പിന്നെ ചട്ടിയിലുള്ള ചെടിയെല്ലാം ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കി നടന്നു. അതിൻ്റെ അകത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് മഴ പെയ്തിട്ട്. അതുകൊണ്ട് അതെല്ലാം കുറച്ചെടുത്തിട്ട് മറിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്ത് മറിച്ചു. ചെടി നടാൻ വേണ്ടി മാത്രമേ എനിക്ക് ആവേശം ഉണ്ടായുള്ളൂ, ബാക്കി പരിപാലനെല്ലാം ഉമ്മയാണ് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നേ നോക്കുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ ചട്ടി വാങ്ങിച്ചിട്ട് നടാനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനോട് വലിയ മൂടൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ഇതേപോലെ ഇറങ്ങും, ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇൻസ്പെക്ടറെ പോലെ ഫുള്ള് നോക്കിയിട്ട് നടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇലേൻ്റെ നീര് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്നിട്ട് പുറത്തിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു പപ്പായ പറിച്ചല്ലോ എന്ന് ചോദിച്ചു. പപ്പായ വലുതുണ്ടോ നോക്കുന്നതാണ്. അപ്പോൾ അവിടെ വരെ എണീച്ച് പോകേണ്ട മടിയായിരുന്നു. ഞാൻ ഫോണിൽ സൂം ചെയ്ത് നോക്കിയതാണ്, വലുത്
എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ചെറുതാന്ന് പറഞ്ഞിട്ട് ഞാൻ പറിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഓക്കെ ബൈ.